ഈ വന്ന കാലത്ത് എല്ലാവരും ലൈറ്റും സ്ലിമ്മുമായിട്ടുള്ള ലാപ്ടോപ്പുകളാണ് തപ്പി നടക്കാറുള്ളത്. അല്ലെങ്കിൽ ഗെയിമിംഗ് ചിലപ്പോൾ ലാപ്ടോപ്പ് ആയിരിക്കും ഇച്ചിരി ഹെവി ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ 2-3 ഇരട്ടി വലിപ്പമുള്ള 36 വർഷം പഴക്കമുള്ള ഏകദേശം 5 കിലോ ഭാരമുള്ള ഏകദേശം 1988 ഇറങ്ങിയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുകയാണ്. എൻ്റെ ഇന്ന് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലാപ്പിൻ്റെ പേരാണ് ഷാർപ്പ് ആക്റ്റീവ് മാട്രിക്സ് കളർ. അതായത് തായ്വാൻ എന്ന കൺട്രി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ഹെവി അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ടും ബോഡി കൊണ്ടും നല്ല ഹെവി സാധനമാണ് ഈ ലാപ്ടോപ്പ്. ഇനി ഈ ലാപ്ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതോ കമ്പനിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് വേണ്ട നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള DC ജാക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ പവർ അഡാപ്റ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഓഡിയോ ഔട്ട്, മൈക്ക്, ഹെഡ്ഫോൺ ജാക്ക്. അതുകൂടാതെ ഈ സ്ലോട്ട് എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. VGA സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പഴയകാല VGA ഈ ബ്ലാക്ക് കളറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് VGA ഇല്ല, HDMI ആണ്. ഏതെങ്കിലും റയറസ്റ്റ് അല്ലെങ്കിൽ റയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലാപ്പിലോ സിസ്റ്റത്തിലോ VGA പോർട്ട് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എല്ലാവരും HDMI അല്ലെങ്കിൽ SVG ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഏറ്റവും പഴയ കാലത്ത്, അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആദ്യഘട്ടത്ത് PS2 ജാക്ക് വന്നുകൊണ്ടിരുന്ന ബ്ലാക്ക് കളറിലായിരുന്നു. അതിനുശേഷം ഗ്രീൻ വന്നു, അതിനുശേഷം ഗ്രീൻ പ്ലസ് പർപ്പിൾ വന്നു, അതിനുശേഷം ഗ്രീനും പർപ്പിളൂടെ ഒറ്റ രീതിയിൽ തന്നെ പപ്പാതി വന്നു. അത് USB ഇറങ്ങിയതിന് ശേഷമാണ് ആ പകുതി വരാൻ തുടങ്ങിയത്. കാര്യം ബ്ലാക്ക് വന്നുകൊണ്ടിരുന്നത് കീബോർഡിനും, ഗ്രീൻ വന്നുകൊണ്ടിരുന്നത് കീബോർഡ് പ്ലസ് മൗസോടെ വരാൻ തുടങ്ങിയപ്പോഴാണ് കീബോർഡിന് വേണ്ടിയിട്ട് പർപ്പിളും മൗസിന് വേണ്ടിയിട്ട് ഗ്രീനും ഇറക്കിയത്. പിന്നെ USB ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് USB മൗസ് വലിയ തോതിൽ വിറ്റഴിവ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പഴയ മൗസുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏത് വേണമെങ്കിലും ഒന്ന് കീബോർഡ് അല്ലെങ്കിൽ ഒരു മൗസ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ജാക്കും ബാക്കി നമുക്ക് USB കണക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടിൻ്റെ പേര് മറന്നുപോയി. ആക്ച്വലി ഇതൊക്കെ പണ്ട് ഓർമ്മയുണ്ടായിരുന്നു, എല്ലാം വിട്ടു. കാരണം ഇത് വർഷങ്ങൾക്ക് ശേഷം ഇതൊന്നും ഉപയോഗം വരാത്തതുകൊണ്ട്, അതായത് നമ്മുടെ പ്രിൻ്ററിന് പഴയ LPT പ്രിൻ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു 10-15 വർഷം കൊണ്ട് USB വന്നതുകൊണ്ട് 15-20 വർഷം മുകളിലായി USB നമ്മൾ നാട്ടിലേക്ക് ഉപയോഗിച്ച് തുടങ്ങിയുണ്ട്. സോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ പഴയകാല ക്രിക്കർ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന പ്രിൻ്റർ ഉണ്ടായിരുന്നില്ല പണ്ട്, ആ പ്രിൻ്ററിൻ്റെയാണ് ഈ സംഭവം. പ്രിൻ്റർ മാത്രമല്ല എന്തും നമുക്ക് കണക്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മെയിൽ ഓർ ഫീമെയിൽ. ഇതിൻ്റെ ഫീമെയിൽ വെർഷനാണിത്, ഇതിൻ്റെ മെയിൽ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ശരി. ഇതിൻ്റെ സംഭവം എന്താണെന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു എക്സ്റ്റേണൽ സ്ലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്കിനെക്കാട്ടി ഇച്ചിരി ചെറിയ വലിപ്പത്തിലാണ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. എന്തിൻ്റെ സ്ലോട്ടാണെന്ന് അറിയത്തില്ല, 2 എണ്ണം കൊടുക്കാവുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് ഇവിടെ ഒരു IR-ൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഞാനിതൊരു ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. IR ആണ് തോന്നുന്നുണ്ട്, ഇൻഫ്രാറെഡ്. ഓക്കെ, അതിനുശേഷം ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലോപ്പി ഡ്രൈവ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോപ്പി ഡിസ്ക് ഇവിടെ ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. ഫ്ലോപ്പി ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഒരു ഇജക്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തിറങ്ങി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം രൂപരേഖ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പഴയകാല കുഞ്ഞൻ റാമുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റാം ഇപ്പോൾ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. മേ ബി ഒരു 10 MB-യോ 12 MB അങ്ങനെ 10 വരില്ല ഒരിക്കലും കേട്ടോ, 64 അങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ SSD, അതായത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് കൊടുക്കുന്ന പോലെ ഉള്ളിൽ നമുക്കിങ്ങനെ കയറ്റി വെക്കാവുന്ന ചെറിയൊരു ചിപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മെമ്മറി നമുക്ക് അനുമാനിക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫ്ലോപ്പി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്, അത് A ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അത് ഊരിയെടുക്കാൻ എക്സ്റ്റേണലായിട്ട് നമുക്ക് പറ്റും. അതായത് ചില കേസിൽ നിന്ന് നമുക്ക് ഉപയോഗമില്ല, വെയിറ്റ് കുറയ്ക്കണം എന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ടു ക്യാരി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഊരിയെടുക്കാവുന്ന ഡ്രൈവാണ് ഫ്ലോപ്പി ഡ്രൈവ്. 144 MB 720 KB എന്നിവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്ത് ഒരു എക്സ്റ്റേണൽ ബാറ്ററിക്കുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലിപ്പ് ചെയ്ത് അൺലോക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇല്ല, വെറും കാലിയാണ്. പിന്നെ നമുക്കിതിനകത്ത് വല്ല മെമ്മറി കാർഡോ പെൻ ഡ്രൈവോ അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കഞ്ചാവ് കടത്താനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം, എന്നറിയില്ല. ഓക്കെ, ഇതെന്തായാലും ഒരു ഹിഡൻ ഫോൾഡറാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്പ് തുറന്നാലും അടച്ചാലും ഈ ഡിസ്പ്ലേ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെ, നമ്മുടെ പവർ കണക്ട് ചെയ്യുമ്പോൾ പവറിൻ്റെ എംബ്ലം കാണിക്കും. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും അടിയിൽ, സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എംബ്ലം കാണിക്കുന്ന പോലെ ഇവിടെ ഒരു പവർ കുത്തിയതിൻ്റെ എംബ്ലം കാണിക്കുന്നുണ്ട്, പൗസ് ആയതിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി ലോ ആയതിൻ്റെ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് കാണിക്കാനുള്ള കാൽക്കുലേറ്ററിൻ്റെ അത്രയുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി പഴയകാല ലാപ്ടോപ്പുകൾ ചെയ്യാം. ഇതുപോലെ ലോക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലെ ലോക്ക് നമ്മൾ അഴിച്ചിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് FIR സിനിമയ്ക്കകത്ത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ഞാൻ തോന്നുന്നു സിനിമയ്ക്കകത്ത് നമ്മുടെ സലീം കുമാർ ചേട്ടൻ ഇതുപോലെ വീഡിയോ ഗെയിം എന്ന് പറഞ്ഞിട്ട് റോഡിൽ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നു. പഴയകാല സിനിമയിലൊക്കെ പലരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്, 36 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പ്. അതിനുശേഷം നമ്മൾ ഓൺ ആക്കാൻ വേണ്ടി ഇതിൻ്റെ പവർ സ്വിച്ച് അല്ലെങ്കിൽ പവർ അഡാപ്റ്റർ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ
ഷാർക്ക് എന്ന കമ്പനിയുടെ ഹൂവറിൻ്റെ, അതായത് കോഡ്ലെസ് ഹൂവറിൻ്റെ ഒരു അഡാപ്റ്റർ വെറുതെ കുത്തി നോക്കിയപ്പോൾ അത് ഓണായി വന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് വീണ്ടും ഓണാക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് MS ഓഫീസ്, അതായത് MS വേഡിൻ്റെ മൈക്രോസോഫ്റ്റ് 11ഉം 10ഉം 8ഉം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് ഇത് അറിയത്തില്ല. ഇത് കമാൻഡ് പ്രോംപ്റ്റ്, അതായത് അതിനും പുറയിൽ നമ്മുടെ വിസ്റ്റ 2000, അതിനും പുറമേൽ XP, അതിനും പുറമേലിട്ട് വന്നു കഴിഞ്ഞാലാണ് കമാൻഡ്. അപ്പോൾ കമാൻഡ് ഉപയോഗിച്ചിട്ടല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ കാലത്തൊക്കെ, മെമ്മറി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂൾ കാലത്ത് പഠിച്ചതെല്ലാം മറന്നുപോയി. ഓക്കെ, അന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ കിട്ടി നമുക്ക് വലിയ സംഭവമൊക്കെ ആയിരുന്നു. F1 കീ ടു എൻ്റർ. ഇനി നമ്മൾ CMOSൽ സെറ്റപ്പിലൊന്ന് കയറി നോക്കാം. കാര്യം ബ്ലാക്ക് സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഡിസ്പ്ലേയിൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൽ കയറിയത്. 1985 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1985 ലാപ്പാണ് കൊടുത്തിട്ടുണ്ട്, ഇയർ സഹിതം. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ വരുന്ന എല്ലാ ലാപ്ടോപ്പുകളും മേ ബി വാറണ്ടി കഴിഞ്ഞാൽ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പണ്ടാരം കംപ്ലൈൻ്റ് ആയി പോകും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് കീബോർഡുകളായാലും അല്ല ഒരു പാർട്സിനായാലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ അപ്ഡേറ്റഡ് അല്ലെന്നേ ഉള്ളൂ, കാലത്തിനൊത്ത് ഒന്ന് അപ്ഡേറ്റ് ആവാൻ പറ്റിയിട്ടില്ല. ഹെവി വെയിറ്റ് ആണ്, റഫ് യൂസ് ആണ്, അങ്ങനെയൊന്നും പൊട്ടുക താഴെ വീണാലൊന്നും കുഴപ്പമൊന്നുമില്ല. പഴയ മോഡൽ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇവിടെ ട്രാക്ക് പാഡും റൈറ്റ് ക്ലിക്കും ലെഫ്റ്റ് ക്ലിക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോപ്പി ഇല്ലെന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കാറുണ്ട്. മെമ്മറി ഇല്ല, ഹാർഡ് ഡിസ്ക് ഇല്ല എന്നൊക്കെ. അത് ഇവിടെ സ്റ്റാർട്ടിങ് MS DOS എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ റെഡിൽ കാണിച്ചേക്കുന്നത് നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് ഇല്ലെന്നാണ്. ഫ്ലോപ്പി ഞാൻ ഇവിടെ ഊരി വെച്ചേക്കാണ്. സീല് വന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ചവർക്കറിയാം, സീല് വന്ന് നിപ്പുണ്ട്. എപ്പോഴും A ഡ്രൈവ് ഫ്ലോപ്പി ഡിസ്ക് ആയിരിക്കും. ഇപ്പോഴും എത്രയും വർഷം കഴിഞ്ഞിട്ടും A ഡ്രൈവ് എപ്പോഴും ഫ്ലോപ്പി ഡിസ്ക് ആയിരിക്കും. B എനിക്ക് വന്ന് CD ആയിരുന്നു തോന്നുന്നു, അറിയില്ല. B അറിയാവുന്നവർക്ക് അല്ല, Aയും Bയും ഫ്ലോപ്പി തന്നെയാണ്. പണ്ട് കാലത്ത് 2 ഫ്ലോപ്പി ഡ്രൈവ് ആയിരുന്നു കൊടുത്തിരുന്നത്. Aയും Bയും ഫ്ലോപ്പി തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അതിനാണ് എപ്പോഴും കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ C ഡ്രൈവിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ലാപ്പിൻ്റെ എല്ലാ ഡേറ്റാസും C ഡ്രൈവിൽ തന്നെ ആരും സൂക്ഷിച്ചു. ഇപ്പോഴും നമ്മുടെ ലാപ്പിൻ്റെ എല്ലാ നമ്മുടെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ ഡീറ്റെയിൽസും Cയിൽ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ശേഷം വരുന്ന DEF ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഫാനിൻ്റെ കാറ്റ് ഇത് ഇവിടെ മേടിക്കുന്നുണ്ട്, കാരണം നമ്മളിതൊക്കെ ഊരി വെച്ചേക്കുന്നതുകൊണ്ട്. പിന്നെ പഴയ പോലെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഒന്നും അറിയാത്തതുകൊണ്ട് എല്ലാം ബാഡ് കമാൻഡ് അടിച്ച് വരുന്നുണ്ട്. നമ്മുടെ പണ്ട് സെമി കോളനും ഫുൾ കോളനും ഒക്കെ അടിച്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും കമാൻഡ് പ്രോംപ്റ്റ് ഏതെങ്കിലും ഒക്കെ വാക്കുകൾ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വിടണേ, നമുക്ക് ചുമ്മാ നോക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരിടത്തുനിന്ന് വെറുതെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതുകൂടാതെ പഴയകാല ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ചസ് ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയടിക്കിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് നാക്ക് വഴങ്ങി വരുന്നില്ല. അപ്പോൾ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ഷാർപ്പിൻ്റെ PC 8900 എന്ന് പറഞ്ഞ മോഡൽ. അതുപോലെ ഇവിടെ സ്പീക്കർ നോട്ടിഫിക്കേഷൻ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും അത് എററുകൾക്ക് ഉള്ളത്. ഇവിടെ 2 സ്പീക്കറുകൾ നമ്മുടെ മ്യൂസിക്, പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് 10-36 കൊല്ലം മുമ്പുള്ള ലാപ്ടോപ്പുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് പറഞ്ഞ് കമൻറ്റിലേക്ക് അങ്ങ് പോയി. ഓക്കെ, ദെൻ ബൈ, സി യു. പുതിയ ഗാഡ്ജറ്റ് ഒക്കെ വീണ്ടും കാണാം. ഇതിനകത്ത് ഡിലീറ്റ് കാണാനില്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇംഗ്ലീഷ് അല്ല ഇതിൽ കൊടുത്തേക്കുന്നത്, ഡ്രങ്ക്, റോളൻ, ഏതോ സ്പാനിഷോ അതോ റൊമേനിയോ അങ്ങനെ ഏതോ ഒരു ലാംഗ്വേജ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.